ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫീന സ്റ്റഡി റൂം. അപ്പോൾ ഇന്ന് നമ്മൾ എൽ പി യു പി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ എൽ പി യു പി ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരും ഒരുപോലെ നോക്കിയിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്താണെന്നുള്ളത്. അപ്പം നമുക്ക് അതാണ് ഇന്ന് കൂടുതലായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം ഉൾച്ചേർന്ന വിദ്യാഭ്യാസം. ജാതി, മത, വർഗ, സാംസ്കാരിക, സാമ്പത്തിക, സാമൂഹിക ഭേദമന്യേ യാതൊരുവിധ വിവേചനവും ഇല്ലാതെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സമപ്രായക്കാരായ സാധാരണ കുട്ടികളോടൊപ്പം മുഖ്യധാര വിദ്യാഭ്യാസം പൂർണ്ണതോതിൽ തന്നെ ലഭ്യമാക്കുന്ന വിദ്യാഭ്യാസമാണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം അഥവാ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഉൾച്ചേർത്തിക്കൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് ഇവിടെ പറയുന്നത്. അപ്പം സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ പിന്നോക്കം നിൽക്കുന്നവരെയും കൂടിയിട്ട് സമൂഹത്തിൽ മുന്നിട്ട് നിൽക്കുന്നവരുടെ കൂടെ തന്നെ പിന്നിട്ടു എന്നുള്ള ഒരു വിവേചനം ഇല്ലാതാക്കാൻ തന്നെ വേണ്ടിയാണ് ഈ ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. 1990 ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിൻ്റെ പരിമിതികളും മികവുകളും. അതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പം ആദ്യമായിട്ട് നമുക്ക് മികവുകൾ തന്നെ നോക്കാം. ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിൻ്റെ മികവുകളായിട്ട് പറയുന്നത് എല്ലാവിധ വിവേചനങ്ങളും ഇല്ലാതെയാകുന്നു, സാമൂഹികവൽക്കരണം സാധ്യമാകുന്നു. അടുത്തതായിട്ട് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പെരുമാറ്റത്തിൽ അഭിലഷണീയമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. മറ്റുള്ള കുട്ടികളോടൊപ്പം ചേർന്ന് ഇടപഴകുന്നത് മൂലം അവരുടെ അഭിലഷണീയമായ മാറ്റങ്ങൾ അവരിൽ കാണപ്പെടുന്നു. വിവിധ വിഷയങ്ങളുടെ പഠനം അവൻ്റെ പരിമിതിയിൽ കണക്കിലെടുത്തുകൊണ്ട് തന്നെ സൗഹൃദപരമാകുന്നു. അപ്പോൾ വിവിധ വിഷയങ്ങളുടെ പഠനം അവൻ്റെ പരിമിതികൾ കണക്കിലെടുത്തുകൊണ്ട്, ഇതിനാണ് അനുരൂപീകൃത പാഠ്യപദ്ധതി വേണമെന്ന് പറയുന്നത്. അതൊരു പോരായ്മ തന്നെയാണ്, അത് നമുക്ക് പോരായ്മയിൽ പറയാം. അപ്പോൾ വിവിധ വിഷയങ്ങളുടെ പഠനം അവൻ്റെ പരിമിതികൾ കണക്കിലെടുത്തുകൊണ്ട് തന്നെ സൗഹൃദപരമാക്കുന്നു. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം എന്നത് ഭിന്നശേഷിക്കാരനും അനുഭവേദ്യമാകുന്നു. അതുപോലെ സ്കൂൾ തലത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളിയാകാൻ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അവസരം ലഭിക്കുന്നു. സ്കൂൾ പ്രവർത്തനങ്ങളിൽ സാമൂഹിക ഇടപെടൽ പരസ്പരം പൂരകമായി നടക്കുന്നതിനാൽ ഭിന്നശേഷിക്കാരുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേഗത കൂടുന്നു. അടുത്തതാണ് പഠനത്തിലും ജീവിത വിജയം നേടുന്നതിലും ഭിന്നശേഷിക്കാരായ കുട്ടികൾ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. ഇനി നമുക്ക് പരിമിതികൾ നോക്കാം. സ്കൂളുകളിലും ക്ലാസ് മുറികളിലും പൂർണ്ണമായും ഭിന്നശേഷി സൗഹൃദമായിട്ടില്ല. ഇപ്പോൾ ഭൗതിക സാഹചര്യം കൊണ്ടാണെങ്കിലും ഏതൊരു കാര്യം കൊണ്ടാണെങ്കിലും ചില സ്കൂളുകളൊന്നും ഇപ്പോഴും പൂർണ്ണമായിട്ടും ഭിന്നശേഷി സൗഹൃദപരമായിട്ടില്ല എന്ന് വേണം നമുക്ക് കാണാനായിട്ട്. ഇനി അടുത്തതായിട്ട് ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി അനുരൂപീകരണ പഠന പ്രവർത്തനങ്ങൾ തയ്യാറാക്കാനും അവ നടപ്പിലാക്കാനും ഉതകുന്ന വിദഗ്ധ പരിശീലനം എല്ലാ അധ്യാപകർക്കും നൽകിയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, അനുരൂപീകൃത പാഠ്യപദ്ധതിയുടെ ഒരു അഭാവം അവിടെയുണ്ട്. ഇനി പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ ഫലപ്രദമായ ഇടപെടൽ വേണ്ടത്ര ലഭിക്കുന്നില്ല. ഭിന്നശേഷിക്കാർക്കായി പ്രത്യേക പാഠ്യപദ്ധതി അഥവാ അനുരൂപീകൃത പാഠ്യപദ്ധതി രൂപം നൽകിയിട്ടില്ല. അപ്പം ഇതൊക്കെയാണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിൻ്റെ പോരായ്മകൾ അഥവാ പരിമിതികളായിട്ട് ഉൾക്കൊള്ളുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം വിവിധ ടോപ്പിക്കുകളുമായിട്ട്. താങ്ക് യു ആൾ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഇൻ്റർവ്യൂ ക്ലാസ്സുകൾ ഇനി ഡെയിലി ഉണ്ടാകും. സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ആൾ.